ഗൈസ്, ഞങ്ങൾ ഗുരുവായൂർക്ക് ഇന്ന് പോകുകയാണ്. അമ്മയ്ക്ക് തിരുവാതിര ഇന്ന് ഈവനിങ് ഡാൻസ് ഉണ്ട്. അമ്മൻ്റെ ഫ്രണ്ട്സും ടീമുമായിട്ട് ഞങ്ങൾ ഗുരുവായൂർക്ക് പോവാണ്. അപ്പോൾ പോണ വഴി നമുക്ക് കാണാം. ബൈ ബൈ. നമ്മൾ ഇറങ്ങിയ സമയം ഒരു 12 മണിക്ക് ശേഷമായിരുന്നു. നല്ല രീതിക്ക് മഴക്കാറുണ്ടായിരുന്നു. തലേ ദിവസമൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മഴ പെയ്യോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട്, ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മഴ പെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ നല്ല രീതിയിൽ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുതിരാൻ വഴിയാണ് ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ ഇതാണ് നമ്മുടെ അമ്മയുടെ ഫ്രണ്ട്സ് ടീം. ബാക്കിലിരിക്കുന്ന എൻ്റെ അമ്മ കേട്ടോ. പിന്നെ അപ്പുറത്ത് അമ്മൻ്റെ ഫ്രണ്ട്സ്, ഇപ്പുറത്തുള്ളത് അമ്മൻ്റെ ഫ്രണ്ട്സ്. എൻ്റെ അടുത്തിരിക്കുന്നത് നന്ദനയാണ്. പിന്നെ നമ്മുടെ മുന്നിൽ വേറൊരു ചേച്ചിയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ്, കണ്ടോ? കവിത എന്നാണ് പേര് ചേച്ചിന്. സൈ ചേച്ചി, അപ്പുറത്തുള്ളത് പുഷ്പ ചേച്ചി. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചായയും പഴംപൊരിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു. രാവിലെ കഴിച്ചതായിരുന്നു. പിന്നെ 12 മണിക്കൊന്നും നമുക്ക് ഉച്ചത്തെ ഫുഡ് കഴിക്കാനുള്ളതൊന്നും ഗ്യാപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഗുരുവായൂരിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വിട്ടു. ഞങ്ങളുടെ ലഗേജൊക്കെ ഞങ്ങൾ എടുത്തു. അങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഗുരുവായൂരിൻ്റെ ഗുരുവായൂരിൽ ഞങ്ങൾ എത്തിയതിന് ഒരു 4 മണി ഏകദേശം ആയിട്ടാണ് എത്തിയത് കേട്ടോ. പക്ഷേ ഡാൻസ് തൊട്ട് 4 to 6:30 ഉള്ളിലായിരുന്നു അവർക്ക്. 4 മണിയാകുമ്പോൾ അവിടെ എത്തണം എന്നായിരുന്നു. പക്ഷേ 4 മണിക്ക് ശേഷമാണ് നമ്മൾ എത്തിയത്, റെഡിയാവാനേ നിന്നത്. അപ്പോൾ അവർ കുറച്ച് പിന്നെ നമുക്ക് പൂ വാങ്ങാനുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് പൂ വാങ്ങണം എന്നുള്ളൊരു ഡൗട്ടിലൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ അവർ അവിടെ ഡിസ്കസാണ്. ഞാൻ എൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കുറച്ച് സീൻസ് ഞാൻ എടുത്തു. അപ്പോൾ നമ്മളങ്ങനെ മുന്നിലെത്തി. ഗുരുവിൻ്റെ കറക്റ്റ് മുന്നിലാണ് അമൃത ടൂറിസ്റ്റ് ഹോമിലായിരുന്നു ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 മണിക്കൂറിന് അങ്ങനെ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും റെഡിയാക്കി. കുറച്ച് പേരുടെ മുടിയൊക്കെ ഞാനാണ് കെട്ടിക്കൊടുത്തത്. പൂവൊക്കെ വെച്ചതൊക്കെ എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ, കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ തൊഴാനൊക്കെ തന്നു. പിന്നെ അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ നടന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഓഡിറ്റോറിയം ഉള്ളത്. അവിടേക്കാണ് ഞങ്ങൾ പോയത്. നന്ദന ഒരു ഹായ് പറഞ്ഞായിരുന്നു. അതിനാണ് ഞാൻ ചിരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു മരം വെട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. നല്ലൊരു ഭംഗിയായിരുന്നു, ഒരു വൈബായിരുന്നു. അതങ്ങോട്ട് പോയി കിട്ടി. പിന്നെ ഞങ്ങൾ സ്റ്റേജിന് മുന്നിലിരിക്കുമ്പോഴായിരുന്നു ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകണ്ടായിരുന്നു. അങ്ങനെ നോക്കിയിരുന്നു. അപ്പോഴേക്കും അവരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്മൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു ഡിസ്കസിങ് ആണ്. അപ്പോൾ നമ്മളത് ഞാനിങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ ഇവൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിൻ്റെ താഴെ നിന്നിട്ട് കുറേ എടുത്തു. എൻ്റെയും ഞാൻ അമ്മയോടാണ് എടുത്തു തരാൻ പറഞ്ഞത്. ഫോട്ടോസ് എടുക്കാൻ മറന്നുപോയി, വീഡിയോസ് മാത്രമേ എടുത്തിരുന്നുള്ളൂ. ആൻഡ് അപ്പോൾ അങ്ങനെ കുറേ പോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, എന്താ ചെയ്യേണ്ടത് നിൽക്കുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അമ്മ ഇങ്ങനെ എൻ്റെ ബാക്കിൽ വരുന്നുണ്ടായിരുന്നു. അതാണ് സത്യം. എന്നിട്ട് അമ്മേനെ ഫോൺ ഞാൻ വാങ്ങിയിട്ട് പോയി. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഒന്ന് ഫ്രഷപ്പായി. ചിലവരൊക്കെ ഡ്രസ്സ് മാറ്റി, ചിലവരൊക്കെ അതേ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. നല്ല രീതിക്ക് വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുകയാണ് ഗൈസ്. ഞങ്ങൾ ദർശനം കാണാനൊന്നും നിന്നില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാനുണ്ടായിരുന്നു. ഏകദേശം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയാൽ ഞങ്ങൾക്ക് പാലക്കാട്ടിലേക്ക് ഒരു 11 മണിക്കെങ്കിലും എത്താൻ പറ്റുള്ളൂ. നാളേക്ക് കുറച്ച് പേർക്ക് ഓരോ പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ഇറങ്ങണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പോണ വഴിയിൽ തന്നെ ആര്യാസ് പ്യൂർ വെജ് എന്ന ഹോട്ടലിലേക്ക് ഞങ്ങൾ കയറി. ഞാൻ കഴിച്ചത് നെയ് റോസ്റ്റും പിന്നെ ഉഴുന്നുവടയും കോഫിയായിരുന്നു. എനിക്ക് അതിന് മുമ്പ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് എല്ലാം മറന്നുപോയി. വിശപ്പ് അടങ്ങിയതിന് ശേഷം എനിക്ക് കാര്യമേ ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 8 മണിയായി കാണും. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എനിക്ക് കണ്ടിന്യൂ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ തലവേദന ഉണ്ടായിരുന്നു.
അതല്ലാണ്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഈസിയിൽ ഇരുന്നിട്ടായിരുന്നു. അത് 17 അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല കൂളിങ്, എനിക്ക് അത്ര കൂളിംഗ് ഒന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് തൊണ്ടൊരു ഡ്രൈ ആയിട്ടൊക്കെ എന്തോ തൊണ്ടവേദന വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് കാറിൻ്റെ വിൻഡോ ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് കാറ്റ് ഡയറക്റ്റ് അടിച്ചിട്ട് എനിക്ക് കണ്ണ് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. കണ്ണൊന്നും തുറക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് കണ്ടിന്യൂ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനൊക്കെ ക്ഷമിക്കണം. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ മാക്സിമം എടുത്തോന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്താ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ബൈ.